ഹലോ, ഇനി പാലപ്പം ഉണ്ടാക്കാൻ ആരും സങ്കടപ്പെടുന്ന നല്ല സോഫ്റ്റായ അടിപൊളി അപ്പത്തിൻ്റെ മാവ് എങ്ങനെ റെഡിയാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പം കണ്ട 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ തരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. തരി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാലപ്പം ഒരിക്കലും ശരിയായി വരത്തില്ല. അപ്പം നമ്മൾ 2 സെറ്റായിട്ട് അത് അരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു തവി ഈ മാവ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് അതിനെ കുറുക്കിയെടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നാളികേര വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒഴിക്കുന്ന സമയത്ത് നാളികേര വെള്ളം ഒഴിച്ചാൽ കുറച്ചുകൂടി നല്ല സൂപ്പറാണ്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ തേങ്ങ ഇട്ടിട്ട് ഒരു കപ്പ് ഒരു മുറി തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പും നമ്മൾ ഈ ചെയ്ത് വെച്ച ആ ഒരു മിക്സില്ലേ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് മാവിലേക്ക് ഇതങ്ങ് ചേർത്തുക, നന്നായി മിക്സ് ചെയ്ത് വെക്കുക. നല്ല രീതിയിൽ അത് മിക്സ് ആവണേ. നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമ്മളൊരു 12 hours ശേഷം നമ്മൾ എടുത്തപ്പോൾ കണ്ടോ മാവ് അത്യാവശ്യം നന്നായി പൊന്തിയിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം നിങ്ങൾ നോക്കണം, നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടില്ല, ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന അരി എന്ന് വെച്ചാൽ പച്ചരി അല്ല കേട്ടോ, ഇഡ്ഡലി അരിയാണ്. അപ്പം നിങ്ങൾ ഇഡ്ഡലി അരിയിൽ എടുത്ത് നോക്കൂ, കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരിക്കും. കണ്ടോ അപ്പം നല്ല അടിപൊളിയായി വന്നു, ഈസ്റ്റും ഇല്ല ഒന്നുമില്ല.